നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ 3 മോർ റാംസാർ വെറ്റ്ലാൻഡ് സൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ തന്നെയാണ്. നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പ്രിലിംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു വാർത്ത ഈ പറഞ്ഞ റാംസാർ വെറ്റ്ലാൻഡ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം എക്കോളജി എൻവയോൺമെന്റ് എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ സെക്കൻഡ് ആർട്ടിക്കിൾ ഗവേണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. എസ്പെഷ്യലി സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയാൻ പറ്റും. ഇന്ത്യയിൽ ഈ പറഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇന്നിക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ മീൻസ് ഒരുപാട് ഡേറ്റാസ് ഫോർ ദ മെയിൻസ് പെർസ്പെക്റ്റീവ്, മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പാകത്തിൽ നല്ല ഒരുപാട് ഡേറ്റാസ് ഈ പറഞ്ഞ പോലെ മിനിസ്ട്രിയുടെ തന്നെ ഡേറ്റാസ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാൻ സാധിക്കും. കോർണർ ഓഫീസ് സ്റ്റിൽ എലൂഡിങ് എ ലാർജ് നമ്പർ ഓഫ് വുമൺ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ദെൻ മൂന്നാമത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. അതായത് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ഡേറ്റ വന്നിട്ടുണ്ട്. സോ ജൂലൈ മാസത്തിലെ ഇന്ത്യയുടെ എക്സ്പോർട്ട്, ഇന്ത്യയിൽ നമ്മൾ കയറ്റുമതി ചെയ്ത വസ്തുക്കളുടെ ഈ പറഞ്ഞ പോലെ അളവ് വളരെ കുറവായിരുന്നു. മീൻസ് വാല്യൂ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴേക്കും വളരെ കുറവായിരുന്നു. ഇറ്റ് സ്ലിപ്സ് ടു 8 മന്ത്സിലോ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന എക്സ്പോർട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് വാർത്ത വന്നിട്ടുണ്ട്. സോ എനിവേ അവിടെ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ടും ആ ഒരു ഏരിയയിൽ ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നാലാമത്തെ ടോപ്പിക് ഇന്ത്യ ടു ഹോസ്റ്റ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് മീറ്റ് എന്നുള്ളതാണ്. ഇവിടെ ഗ്ലോബൽ സൗത്ത് എന്നുള്ള വാക്യമാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കേണ്ടത്. കാരണം ഈ ഒരു ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡറായിട്ട് ഇപ്പോൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഗ്ലോബൽ സൗത്ത് എന്നുള്ള കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇതിപ്പം IR റിലേറ്റഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു 4 ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി പ്രിലിംസിന്റെ MCQ കൊണ്ട് സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ 3 മോർ റാംസാർ വെറ്റ്ലാൻഡ് സൈറ്റ്സ് നൗ ഇൻ ഇന്ത്യ ടേക്കിംഗ് ടോട്ടൽ ഓഫ് 85. അതായത് നിലവിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ ഈ പറഞ്ഞ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 ആയിരുന്നു. അതിനോട് നമ്മൾ 3 എണ്ണം കൂടെ ചേർത്തിട്ട് ഇനി മുതൽ എത്ര ഉണ്ട് 85 വെറ്റ്ലാൻഡ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ വരുന്ന പ്രിലിംസിനൊക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാം ഈ ഒരു 3 ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത 3 റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം, അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കും. അത് ഞാനത് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 3 സൈറ്റുകൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കാണാൻ സാധിക്കും. ദ ന്യൂ സൈറ്റ്സ് ആർ നഞ്ചരായൻ ആൻഡ് കഴുവേലി ബേർഡ് സാഞ്ചുറീസ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കും അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ എനിവേ നഞ്ചരായൻ ആൻഡ് കഴുവേലി ബേർഡ് സാഞ്ചുറീസ് ഇൻ തമിഴ്നാട്ടിലാണ് 2 സാഞ്ചുറീസ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം മധ്യപ്രദേശിലാണ്, അത് തവ റിസർവോയർ ആണ് കേട്ടോ. അപ്പം 3 എണ്ണം നഞ്ചരായൻ, കഴുവേലി ബേർഡ് സാഞ്ചുറീസ്, പിന്നെ ഈ പറഞ്ഞ പോലെ അത് 2 തമിഴ്നാട്ടിൽ, പിന്നെ ഈ പറഞ്ഞ പോലെ തവ റിസർവോയർ മധ്യപ്രദേശ്. അപ്പം തമിഴ്നാട്ടിലും മധ്യപ്രദേശിലുമായിട്ടാണ് ഈ 3 സൈറ്റുകൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ എത്ര റാംസാർ സൈറ്റുകളുണ്ട്? 85 റാംസാർ സൈറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇപ്പോൾ റാംസാർ സൈറ്റ്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ റാംസാർ സൈറ്റുകളെ ആ സൈറ്റിനെ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു, ഈ ഒരു സൈറ്റിനെ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് പ്രാധാന്യമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വെറ്റ്ലാൻഡ്സിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നത്. ചതുപ്പ് നിലങ്ങൾ, വെറ്റ്ലാൻഡ്സുകൾ, അതിപ്പം പല രീതിയിലുള്ളതാകാം. അപ്പോൾ ഇവയ്ക്കൊക്കെ തന്നെ ചിലത് ഈ പറഞ്ഞ പോലെ വളരെ ഇതിൽ നമ്മൾ പറയുവാണെങ്കിൽ എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ ഒരുപാടധികം ഈ പറഞ്ഞ പോലെ ജീവജാലങ്ങൾക്ക് ഹോം ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെ നമ്മൾ നാച്ചുറലി പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞത് 1971 1971 ഇങ്ങനെയൊരു ഒരാശയം തന്നെ ലോകത്തിന് മുമ്പാകെ വരുന്നതും അന്ന് യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലെ റാംസാർ എന്ന് പറയുന്നത് ഇറാനിൽ ഒരു സ്ഥലമാണ്, ഒരു സിറ്റിയാണ്. അവിടെ വെച്ച് കുറച്ച് രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒത്തുചേരുകയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ നമുക്ക് വേണം. അതായത് നമ്മുടെയൊക്കെ രാജ്യങ്ങളിലുള്ള ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു കൺവെൻഷൻ, നമുക്കൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ രൂപപ്പെട്ടതാണ് 1971 റാംസാർ കൺവെൻഷൻ. അതിലേക്ക് പിന്നീട് ഇന്ത്യ ചേരുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പർ അല്ല. ഇന്ത്യ ഇതിലേക്ക് വന്നു ചേർന്നത് 1982 ഇന്ത്യ ഇതിന്റെ ഭാഗമായത്. ആ ഒരു കൺവെൻഷൻ സിഗ്നേറ്ററി ആയിട്ട് മീൻസ് കൺവെൻഷൻ സൈൻ ചെയ്ത് അതിന്റെ സിഗ്നേറ്ററി ആയിട്ട് ഇന്ത്യ മാറിയത് 1982 ഇനി അവിടെ തൊട്ടുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 1980 ഇങ്ങനെ ഒരു സിഗ്നേറ്ററി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റെങ്കിലും ആ രാജ്യം ഈ പറഞ്ഞ പോലെ ഇതിനെ സൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ രാജ്യത്തെ ഒരു സൈറ്റിനെങ്കിലും നമ്മൾ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ വെറ്റ്ലാൻഡ് ആയിട്ട് നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാകണം. അങ്ങനെ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഇപ്പം നമ്മൾ ടോട്ടലി 85 എന്ന് പറഞ്ഞല്ലോ, അതിൽ ഇന്ത്യ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് ആ ഒരു 82 ഇന്ത്യ ഡിക്ലെയർ ചെയ്തതാണ് നമ്മുടെ ചിൽക്ക ലേക്ക്, ഒഡീഷയിലെ ചിൽക്ക ലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് റാംസാർ സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ഒഡീഷയിലെ ചിൽക്ക ലേക്കാണ്. നമ്മൾ 82 നിർദ്ദേശിച്ചതാണ് ആ ഒരു സൈറ്റ്. അവിടുന്ന് പിന്നീട് അതായത് 1982 തൊട്ട് 2013 വരെ ടോട്ടൽ ഇന്ത്യയിൽ 26 സൈറ്റുകൾ ഉണ്ടായിരുന്നു. 1982 തൊട്ട് 2013 വരെ ടോട്ടൽ 26 സൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2013 തൊട്ട് 2024 ആയപ്പോഴേക്കും ആ സൈറ്റുകളുടെ എണ്ണം കൂടി, ഫർദർ 59 സൈറ്റുകൾ നമ്മൾ പിന്നെ ആഡ് ചെയ്ത്, അങ്ങനെയാണ് ടോട്ടൽ 82. അതിനോട് ചേർത്ത് ഇപ്പം വേണമെങ്കിൽ പറയാം 2013 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ 59 ഓൾറെഡി ഉണ്ടായിരുന്നു,
പ്ലസ് 3 കൂടി ഇപ്പോൾ വന്നു കഴിയുമ്പോഴേക്കും 62 സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും റാംസാർ സൈറ്റുകളുടെ പട്ടികയിലേക്ക് നമ്മൾ കയറ്റി വിട്ടു എന്നുള്ള കാര്യം ഓർക്കാം. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഉള്ളത്, അത് നമുക്ക് പ്രിലിംസിന് ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ, ഇന്ത്യയിലെ റാംസാർ സൈറ്റുകൾ ഉള്ളത്. 18 സൈറ്റുകളാണ് ഓൾറെഡി തന്നെ ഉള്ളത്. അത് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്ന ആരാണ്? ഉത്തർപ്രദേശാണ്, 10 എണ്ണം. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ റാംസാർ സൈറ്റുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്, വിത്ത് 18 സൈറ്റ്സ് ഓൾറെഡി തന്നെ ഉള്ളതാണ് കറന്റ്. അതിനോട് ഇപ്പം 3 കൂടെ ചേർന്ന് ഇതിനകത്ത് വരും. അപ്പം മൊത്തം അത്രയും സൈറ്റുകൾ തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. ഇനി ഈ റാംസാർ സൈറ്റുകൾ, നമ്മൾ ഈ റാംസാർ വെറ്റ്ലാൻഡുമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് അറൌണ്ട് 10% ഓഫ് ടോട്ടൽ വെറ്റ്ലാൻഡ് ഏരിയ ഓഫ് ദ കൺട്രി അക്രോസ് 18 സ്റ്റേറ്റ്സ്. 18 സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം നമ്മൾ ടോട്ടൽ വെറ്റ്ലാൻഡ് ഏരിയയുടെ 10% ഈ റാംസാർ വെറ്റ്ലാൻഡുകളായിട്ട് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കാം. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റ്, ഇപ്പം ഇന്ത്യയിൽ 85 എന്ന് പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം ആണ്, വിത്ത് 175 175 റാംസാർ സൈറ്റുകളാണ് യു കെയിലുള്ളത്. അത് കഴിഞ്ഞാൽ മെക്സിക്കോ ആണ്, 142 ആണുള്ളത്. എന്നാൽ ഈ പറഞ്ഞ പോലെ അത് രണ്ടും നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഈ യു കെ ആയാലും അല്ലെങ്കിൽ മെക്സിക്കോ ആയാലും ഇന്ത്യക്കാരും താരതമ്യേന ജോഗ്രഫിക്കലി സൈസ് നോക്കുവാണെങ്കിൽ ചെറിയ രാജ്യം തന്നെയാണ്, വിച്ച് ഹാവ് ദ മോസ്റ്റ് റാംസാർ സൈറ്റ്സ്. വേറസ് ബൊലീവിയ ഈസ് എ ലാർജസ്റ്റ് ഏരിയ വിത്ത് ലാർജ്. ഇപ്പം ഈ റാംസാർ സൈറ്റുകളിൽ തന്നെ എണ്ണം നമ്മൾ പറഞ്ഞു, യു കെയും സെക്കൻഡിൽ മെക്സിക്കോ ആണ്. എന്നാൽ ഒരൊറ്റ റാംസാർ സൈറ്റിൽ ഏറ്റവും വലുപ്പമുള്ള ഒരൊറ്റ റാംസാർ സൈറ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ ബൊലീവിയാണ് ലാർജസ്റ്റ് ഏരിയ വൈസ് നോക്കുമ്പോഴേക്കും ഒരു പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഉള്ളത്. 1,48,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ചുറ്റളവിൽ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്ത് അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാംസാർ സൈറ്റായിട്ട് നമ്മളൊരു സ്ഥലത്തിന് ഒരു വെറ്റ്ലാൻഡ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അവിടെയുള്ള ക്രൈറ്റീരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത തന്നെ നമുക്ക് അതിനകത്ത് എല്ലാ പാരഗ്രാഫും പരീക്ഷയ്ക്ക് ആവശ്യമുള്ള പാരഗ്രാഫ്, അതുതന്നെ ഞാൻ പാരഗ്രാഫ് വെച്ച് തന്നെ ഞാൻ ഓരോ പോയിന്റുകൾ പറഞ്ഞു പോരുന്നത്. അടുത്ത സ്ലൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഈ വാർത്തയുടെ അടിസ്ഥാനമാക്കിയുള്ള പോയിന്റ് തന്നെയാണ്. ഈ ഒരു ആർട്ടിക്കിളിൽ തന്നെ ഓരോ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ആ ഓരോ പോയിന്റുകൾ കണ്ടെത്താൻ പറ്റും. സോ ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് പാരഗ്രാഫ്, ടു ബി എ റാംസാർ സൈറ്റ് എ വെറ്റ്ലാൻഡ് മസ്റ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 9 ക്രൈറ്റീരിയ. 9 ക്രൈറ്റീരിയസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ റാംസാർ സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ സപ്പോർട്ടിംഗ് വൾണറബിൾ എൻഡേഞ്ചർഡ് ഓർ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ്. അവിടെ ഈ പറഞ്ഞ പോലെ എൻഡേഞ്ചേർഡോ അല്ലെങ്കിൽ വൾണറബിളോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പീഷീസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ റെഗുലർലി സപ്പോർട്ടിങ് 20,000 ഓർ മോർ വാട്ടർ ബേർഡുകൾ 20,000 ഓർ മോറിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഫിഷ്. ഓക്കെ, അതാണ് ഒരു ക്രൈറ്റീരിയ. അല്ലെങ്കിൽ സ്പ്രോണിംഗ് ഗ്രൗണ്ട്, നഴ്സറി ആൻഡ് ഓർ മൈഗ്രേഷൻ പാത്ത് ഓൺ വിച്ച് ഫിഷ് സ്റ്റോക്സ് ആർ ഡിപ്പെൻഡ് അപ്പോൺ. ഇങ്ങനെയുള്ള ഒരു 9ഓളം ക്രൈറ്റീരിയ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പാലിക്കപ്പെടുന്ന സ്ഥലങ്ങളെയാണ് നമുക്ക് റാംസാർ സൈറ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ അടുത്തൊരു പൊട്ടൻഷ്യൽ പ്രിലിംസിന്റെ ചോദ്യമാണ്, ഇങ്ങനെ റാംസാർ സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടിട്ട് എക്സ്ട്രാ ഇന്റർനാഷണൽ ഫണ്ട് കിട്ടണം നിർബന്ധമുണ്ടോ? ഒരിക്കലും നിർബന്ധമില്ല. അത് ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബീങ് ഡിസിഗ്നേറ്റഡ് എ റാംസാർ സൈറ്റ് ഡസ് നോട്ട് നെസസറിലി ഇൻവൈറ്റ് എക്സ്ട്രാ ഇന്റർനാഷണൽ ഫണ്ട്സ്, ബട്ട് ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് മസ്റ്റ് എൻഷുർ ദീസ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്സ് ആർ കൺസേർവ്ഡ് ആൻഡ് സേവ്ഡ് ഫ്രം മാൻമെയ്ഡ് എൻക്രോച്ച്മെന്റ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഇന്റർനാഷണൽ ഫണ്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല. മേ ബി കിട്ടിയേക്കാം, കിട്ടണം നിർബന്ധമില്ല. പക്ഷേ ഏത് സംസ്ഥാനത്താണുള്ളത് ആ സംസ്ഥാന സർക്കാരും അതേപോലെ കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഈ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ സൈറ്റുകൾ ഈ പറഞ്ഞ പോലെ ആ ഒരു പേര് തന്നെ നിലനിർത്തണം, ആ ഒരു വെറ്റ്ലാൻഡുകളായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ സംരക്ഷിച്ചു പോകേണ്ടത് വളരെയധികം ആവശ്യം തന്നെയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കൺസർവേഷനും സസ്റ്റൈനബിൾ യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ഫെബ്രുവരി എവറി ഇയർ 2 ഫെബ്രുവരിയാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം ആ ദിവസമാണ് ഇത് ഇറാനിലെ റാംസാർ ലീഗ് കൺവെൻഷൻ സൈൻ ചെയ്യപ്പെട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ സൈൻ ചെയ്യുമ്പോൾ രാജ്യം അറ്റ്ലീസ്റ്റ് ഒരു വെറ്റ്ലാൻഡിനെങ്കിലും പ്രൊമോട്ട് ചെയ്യണം. അതിങ്ങനെ നമ്മൾ ആദ്യം പ്രൊമോട്ട് ചെയ്താണ് ചിൽക്ക ലേക്ക്, ഇന്ത്യയിലെ ഓൾഡസ്റ്റ് വെറ്റ്ലാൻഡ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൊലീവിയാണ് ലാർജസ്റ്റ് ഏരിയ അണ്ടർ റാംസാർ പ്രൊട്ടക്ഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നാൽ വേൾഡ്സ് ഫസ്റ്റ് സൈറ്റ്, ആദ്യമായിട്ട് ഒരു റാംസാർ സൈറ്റ് ഡിക്ലെയർ ചെയ്ത് കൊബർഗ് പെനിൻസുല ഇൻ ഓസ്ട്രേലിയയിലാണ്. 1974 ആദ്യമായിട്ട് ഒരു വെറ്റ്ലാൻഡ് സൈറ്റ് ഡിക്ലെയർ ചെയ്തത്. ഏറ്റവും കൂടുതലുള്ള യു കെയിലും അത് കഴിഞ്ഞാൽ മെക്സിക്കോയിലും എന്നുള്ളവരൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മെയിൻലി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് നല്ല പോയിന്റുകൾ, മീൻസ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ചെയ്യാണ്. ഇത് ഗവേണൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഗവേണൻസും ആകാം, അതുപോലെ സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും പറയാം. ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് വുമൺ ഇൻ വർക്ക് പ്ലേസ് എന്നുള്ള ആംഗിളിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കേണ്ടതായിട്ടുള്ളത്. കോർണർ ഓഫീസ് സ്റ്റിൽ എല്യൂഡിംഗ് എ ലാർജ് നമ്പർ ഓഫ് വുമൺ സേസ് മിനിസ്ട്രി റിപ്പോർട്ട്. അപ്പോൾ ഇത് ഗവൺമെന്റ് മിനിസ്ട്രി റിപ്പോർട്ടാണ്.
ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ പഠനമോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡേറ്റാസ് ഒക്കെ തന്നെ നമുക്ക് കളക്ട് ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ മെയിൻസിൻ്റെ ഒരു ആൻസർ നല്ല രീതിയിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഡേറ്റ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കോർണർ ഓഫീസ് സ്റ്റിൽ എല്യൂഡിങ് എ ലാർജ് നമ്പർ ഓഫ് വുമൺ. അതായത് ഇന്ത്യയിലെ ടോപ്പ് പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ ആരെ ഇപ്പോഴും ഒഴിവാക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെ ഒഴിവാക്കുന്ന രീതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് നമ്പർ വൈസ് തന്നെ മിനിസ്ട്രിയുടെ നമുക്ക് ഡേറ്റാസ് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ ഓരോ പാരഗ്രാഫിൽ നമുക്ക് പോയിന്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ദ റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ഇൻ കോർപ്പറേറ്റ് ഡിസിഷൻ മേക്കിംഗ് റോൾസ് remains inadequate with only 34,879 women holding senior management positions in 2023 as against 186,946 men. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് വേൾഡ് വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ 2023 ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ ഡേറ്റയാണ്. ഹെഡ്ലൈൻ ആ റിപ്പോർട്ടിന്റെ പേര് വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ 2023 റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനകത്താണ് പറഞ്ഞത് സീനിയർ മാനേജ്മെന്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന സ്ത്രീകൾ ഇന്ത്യയിൽ 34,879 ഉള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് അതേ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന പുരുഷന്മാർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 186,946. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന മെയിൽസിന്റെ 1/6 പോലും അപ്രോക്സിമേറ്റ്ലി വേണമെങ്കിൽ 1/6 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നേ ഉള്ളൂ ആര് ഹോൾഡ് ചെയ്യുന്നുള്ളൂ, സ്ത്രീകൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഷോസ് ഇൻഇക്വാളിറ്റി ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ a total of 7,62,712 women were on the boards of directors as against 19,75,000 men. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 19,75,000 അപ്രോക്സിമേറ്റ്ലി മെൻ ഉള്ളപ്പോൾ പറഞ്ഞ വുമന്റെ നമ്പർ എത്രത്തോളം ഒതുങ്ങി നിൽക്കുന്നു, 7,60,000 ഒതുങ്ങി നിൽക്കുന്നതായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ 2023 റിപ്പോർട്ടിനകത്ത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മിനിസ്ട്രിയുടെ ഡേറ്റ പ്രകാരം ഇവിടെ കോർപ്പറേറ്റ് ഫേംസിൽ മാനേജറിയൽ പൊസിഷൻസിൽ വുമൺ ഈ പറഞ്ഞ പോലെ എത്രയേ ഉള്ളൂ, 7,38,949 ഉള്ളൂ. കമ്പയർഡ് ടു മെയിൽസ് വിത്ത് 18,60,348 ഉണ്ട്. അപ്പം പറയുമ്പോൾ ഈ ഡേറ്റയുടെ ഒക്കെ തന്നെ ഒന്നെങ്കിൽ 2, 3, 4 മടങ്ങ് മുകളിലേക്കാണ് ഈ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയുവാണെങ്കിൽ ദോ ദ നമ്പർ ഓഫ് വുമൺ ഇൻ സീനിയർ മാനേജ്മെന്റ് പൊസിഷൻസ് ഹാസ് ഇൻക്രീസ്. അതായത് സീനിയർ മാനേജ്മെന്റ് പൊസിഷൻസിൽ പണ്ടത്തേക്കാളും കുറച്ചൊരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. മീൻസ് 2017 അത് 23,685 ആയത് ആണ് ഇപ്പോൾ 2023 ഈ 34,879. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ഈ 34,879 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇതിനേക്കാൾ ലോവർ ആയിരുന്നു 2017 കാലഘട്ടത്തിൽ. അവിടുന്ന് ചെറിയ രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ ആ ഇംപ്രൂവ്മെന്റിന്റെ തോത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 2017 വുമന്റെ 23,685 പറഞ്ഞല്ലോ, ആ ടൈമിൽ മെയിൽസിന്റെ എണ്ണം 1,50,000 ആയിരുന്നു. വുമൺ 23,000 34,000 മാറിയപ്പോഴേക്കും മെയിൽസിന്റെ എണ്ണം 1,50,000 നിന്ന് 18 lakhs ഉയർന്നത്. അപ്പോൾ ആ ഉയർന്നതിന്റെ വ്യത്യാസത്തിന്റെ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു വ്യത്യാസം അപ്പം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നേക്കുക. ആ ഒരു ഇൻഇക്വാളിറ്റിയുടെ ഇതെല്ലാം ഒഫീഷ്യൽ ഗവൺമെന്റ് സോഴ്സ് തന്നെയായതുകൊണ്ട് നമുക്ക് ആൻസേഴ്സിനകത്ത് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ ഇപ്പോൾ പറഞ്ഞ എക്സാക്റ്റ് പറഞ്ഞ ഡേറ്റാസ് എന്നിലേലും അപ്രോക്സിമേറ്റ്ലി 23,000 ആ ഒരു ഫാക്ടിങ്ങിൽ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 35,000 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 34,000 അങ്ങനെ ഒരു റേഞ്ച് അപ്രോക്സിമേറ്റ്ലി എങ്കിലും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഇൻഡിവിജ്വൽ നമ്പർ വൈസ് ഓർത്തിരിക്കാൻ പാടായിരിക്കും, എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു 1/6 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഡേറ്റാസ് എങ്കിലും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇത്രത്തോളം പറയുമ്പോഴും ഇൻഇക്വാളിറ്റിയുടെ കാര്യമൊക്കെ പറയുമ്പോഴും നമ്മൾ ജുഡീഷ്യറിയും വിട്ടുപോകാൻ പാടില്ല. ഇപ്പോൾ ജുഡീഷ്യറിയുടെ കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഹൗവർ ഇൻ ജുഡീഷ്യറി ദ പ്രൊപ്പോർഷൻ ഓഫ് വുമൺ ഇൻ ഹൈക്കോർട്ട്സ് വാസ് ഓൺലി 14% ആൻഡ് ഇൻ ദ സുപ്രീം കോർട്ട് ജസ്റ്റ് അറൌണ്ട് 9%. അതായത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും വനിതാ ജഡ്ജിമാരുടെ എണ്ണം നോക്കുമ്പോൾ ഹൈക്കോടതികളിലാണെങ്കിൽ 100 ജഡ്ജിമാരുണ്ടെങ്കിൽ അതിൽ 14% ജഡ്ജിമാർ മാത്രമേ സ്ത്രീകളുള്ളൂ. സുപ്രീം കോടതിയിലേക്ക് വന്ന സ്ഥിതി കുറച്ചുകൂടെ രൂക്ഷമായിട്ട് മാറുന്നു. അതായത് 100 ജഡ്ജിമാരുണ്ടെങ്കിൽ 9% മാത്രമാണ് ആരുള്ളൂ, വനിതകളുള്ളൂ. അപ്പോൾ ആ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെ ഇൻഇക്വാളിറ്റി മെൻഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ നിലവിൽ ആ ഒരു ക്രൈറ്റീരിയ ഇത് മാറാനായിട്ട് നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിൽ നമ്മൾ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഇവിടെ 1/3 സീറ്റുകൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക്. ചെയർപേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടോ ഒക്കെ തന്നെയുള്ള പൊസിഷൻസ് 1/3 റിസർവ്ഡ് ആണ്. അതൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണല്ലോ, മറ്റത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരു പാർലമെന്റുകളിലൊക്കെ ആണെങ്കിലും സീറ്റിന് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചലഞ്ചസ് നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സെൻസസും കാര്യങ്ങളൊക്കെ നടക്കാത്തതോടത്തോളം കാര്യം നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം സെൻസസ് നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഡീലിമിറ്റേഷൻ നടത്തണം, മണ്ഡലങ്ങൾ മീൻസ് അതിർത്തികൾ പുനരായിട്ട് ഇതാക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ളൂ ടോട്ടൽ എംപിമാരുടെ എണ്ണം കൂടും, അതിനനുസരിച്ച് ഈ പറഞ്ഞ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് റിസർവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് വുമൺ
ഇൻ അഡ്മിനിസ്ട്രേഷൻ റോൾസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽസ് അല്ലെങ്കിൽ ജുഡീഷ്യറി അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും ഈ ഡേറ്റാസ് ഒക്കെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, നമ്മുടെ മെയിൻസിന് ആൻസേഴ്സിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എക്സാക്ട്ലി ആ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്ത ആ ടോപ്പിക് തന്നെയാണ്. അത് നമുക്ക് നോക്കിയ പത്രത്തിന് അതിൻ്റെ മെയിൻ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ആർട്ടിക്കിളിലേക്ക് മോൺ ചെയ്യാണ്. ഇത് എക്കണോമിക്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. എക്സ്പോർട്സ് സ്ലിപ്സ് ടു 8-month ലോ ഇൻ ജൂലൈ, ഡെഫിസിറ്റ് വൈഡൻസ് 23.7%. ഇത് ആക്ച്വലി ഒരു മന്ത്ലി ഡേറ്റയാണ്. നമുക്കറിയാം ഓവറോൾ ഈ പറഞ്ഞ മന്ത്ലി ഡേറ്റയ്ക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് മന്ത്ലി ഈ മാസം ഇച്ചിരി കുറഞ്ഞു, മേ ബി അടുത്ത മാസം ചിലപ്പോൾ കൂടിയെന്നാകാം, അല്ലെങ്കിൽ ഇതിനേക്കാളും രൂക്ഷമാകാം, അങ്ങനെ വരും. അപ്പോൾ ഇത് മന്ത്ലി മാറുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇനി ഇതുപോലുള്ള വാർത്തകൾ, ഇതിന് സിമിലർ ആയിട്ടുള്ള വാർത്ത അടുത്ത മാസം വരുവാണെങ്കിൽ ഇത് തന്നെയാണ് ഫാക്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നേച്ചാൽ മതി. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്പോർട്ട് സ്ലിപ്സ് ടു 8-month ലോ ഇൻ ജൂലൈ, ഡെഫിസിറ്റ് വൈഡൻസ് 23.7%. ഈ ടോപ്പിക് വരെ നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ, വിദേശമായിട്ടുള്ള ട്രേഡ് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ സെക്ടർ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഡെഫിസിറ്റ് വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് വരുമ്പോഴേക്കാണ് നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, കാരണം നമുക്ക് പൈസ നെറ്റ് അങ്ങോട്ട് പോവുക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ പുറത്തേക്ക് പോകുമല്ലേ, നമ്മൾ വിദേശത്ത് നിന്ന് പൈസ കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് സാധനം ഇറക്കുമതി ചെയ്യുന്നത്. നമുക്ക് വരുമാനം കിട്ടുന്ന എവിടെയാണ്? എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ വരുമാനം കൂടുതൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്, അല്ലെങ്കിൽ ഇവിടെയാണ് ഡെഫിസിറ്റ് വരുന്നത്. നേരെ തിരിച്ച് ഇഫ് അവർ എക്സ്പോർട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്, വി ക്യാൻ ഏൺ മോർ മണി, അല്ലേ? നമുക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാൻ പറ്റും. കാരണം നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നത്, പുറത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഐഡിയൽ സിറ്റുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് BOP-യിൽ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പോർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അവർ ഇമ്പോർട്ട് ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് വരുമ്പോഴേക്കും ഇവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും, അല്ലെ? കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടിട്ടാണല്ലോ അവിടുന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ലെവൽ എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഈ പ്രൊഡക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? മോർ എംപ്ലോയ്മെന്റ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടും. ഈ കൂടുതൽ തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകളുടെ വരുമാനത്തിന് സംഭവിക്കും? ഇൻകം ഈ പറഞ്ഞ പോലെ ഇൻക്രീസ് ആക്കാനായിട്ടും. ഇൻകം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ത് സംഭവിക്കാം? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ആയിക്കോളും. ഇമ്പ്രൂവ് ആവും. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് പോവർട്ടിയും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, ഇറ്റ് ക്യാൻ ലീഡ് ടു മോർ ഇൻവെസ്റ്റ്മെന്റ്സ്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട്, ബോത്ത് ഇന്റേണലി ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് കൂടുതലും കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇതിന് പോസിറ്റീവാണ്. പിന്നെ നമ്മൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വിദേശത്ത് പൈസ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ഈ കിട്ടുന്ന പൈസ ഡോളറിന്റെ ടേംസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഇൻക്രീസ് അവർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോറക്സ് റിസർവ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് ഈ ഫോർ എക്സ്പോർട്ട് ഇസ് ഹയർ ദാൻ അവർ ഇമ്പോർട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നേരെ തിരിച്ച് ഇതെല്ലാം നേരെ തിരിഞ്ഞു വരും എപ്പം നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ. ഇഫ് അവർ ഇമ്പോർട്ടേഴ്സ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്, ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഹാവിംഗ് എ ട്രേഡ് ഡെഫിസിറ്റ്, നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടല്ലോ, അത് നേരെ തിരിച്ചു വരും. അപ്പോൾ ഇപ്പം വാർത്തയിൽ വന്നിരിക്കുന്ന ഡെഫിസിറ്റ് ആണല്ലേ, അപ്പോൾ ഈ ഡെഫിസിറ്റ് വരുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരെ തിരിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ തിരിയുമ്പോഴേക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ പുറത്തേക്ക് പോകുമല്ലോ. പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ പുറത്ത് പോയി നമ്മൾ സാധനം മേടിക്കുന്നത് ഡോളർ ഉപയോഗിച്ചാണ് മേടിക്കുന്നത്. അപ്പം ഡോളറൊക്കെ ഒരുപാട് പുറത്തേക്ക് പോകും. പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കറൻസി അവിടെ വീക്ക് ആകുമ്പോഴേക്കും ഇന്ത്യൻ കറൻസി ടെൻഡ് ടു ഡിപ്രീസിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർ ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് വരുമ്പോഴേക്കും റുപ്പി ഈ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ വരാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അത് ഇന്ത്യക്ക് ഈ പറഞ്ഞ നെഗറ്റീവിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് മെയിൻലി ഓർത്തിരിക്കേണ്ടത്. ഈ ഫാക്ട് ഓർത്തിരുന്നാൽ മതി. അടുത്ത മാസം ഇതുപോലെ തന്നെ, കാരണം ഇന്ത്യക്ക് ജനറലി പറയുവാണെങ്കിൽ ട്രേഡിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഡെഫിസിറ്റാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ബട്ട് ചില സമയങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് നമ്മൾ കണ്ടായിരുന്നു ട്രേഡിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സർപ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് കിട്ടിയത് കോവിഡിന്റെ സമയത്ത് നമ്മുടെ ഇറക്കുമതിയൊക്കെ കുറഞ്ഞ കാരണം നല്ല രീതിയിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ്, വാക്സിനുകളൊക്കെ കയറ്റുമതി ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ കയറ്റുമതി കൂടി ഇറക്കുമതി കുറഞ്ഞ കാരണം കോവിഡിന്റെ സമയത്ത് ഇന്ത്യക്ക് ട്രേഡിൽ സർപ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സർപ്ലസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. കാരണം അത് എപ്പോഴും നടക്കാത്ത കാരണം അതൊരു പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആയിട്ട് കണക്കാക്കി അതൊക്കെ വായിച്ചിരിക്കുക. മറ്റിതുപോലുള്ള മന്ത്രി വാർത്തകൾ ജസ്റ്റ് വൺസ് അതിനൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത തവണ വാർത്ത വരുമ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് റിക്കളക്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിക്കളക്ട് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അടുത്ത ആർട്ടിക്കിൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് വരുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യ ടു ഹോസ്റ്റ് തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് വെർച്വൽ മീറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന്റെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്ലോബൽ സൗത്ത് എന്നാണ് അല്ലേ. ഗ്ലോബൽ സൗത്തിന്റെ എന്നുള്ളൊരു എന്താണ് ഗ്ലോബൽ സൗത്ത് എന്നുള്ളതാണ് മെയിൻലി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു ആ ഒരു നമ്മൾ കണ്ടന്റ് വായിച്ച സമയത്ത് ഈ ഗ്ലോബൽ സൗത്തിന്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ട് ഇപ്പോൾ മാറാൻ ആഗ്രഹിക്കുകയാണ് ആര്, ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഗ്ലോബൽ സൗത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ലീസ്റ്റ് ഡെവലപ്ഡ്, ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ പറയുമല്ലോ, അതിന് പകരം നമ്മളിപ്പം കറന്റ് ഉപയോഗിക്കുന്ന വാക്കാണ് ഗ്ലോബൽ നോർത്ത്, ഗ്ലോബൽ സൗത്ത്. അന്ന് നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്ന് വിളിച്ച രാജ്യങ്ങളെ ഇപ്പം വിളിക്കുന്നവരാണ് ഗ്ലോബൽ നോർത്ത് കൺട്രീസ് എന്നും, നമ്മൾ അന്ന് ഈ പറഞ്ഞ പോലെ ലീസ്റ്റ് ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് രാജ്യങ്ങൾ എന്ന് വിളിച്ച രാജ്യങ്ങളെ ഇപ്പം വിളിക്കുന്നവരാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ. നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനകത്താണ് വരുന്നത്, ഗ്ലോബൽ സൗത്തിനകത്താണ് വരുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഗ്ലോബൽ നോർത്ത്, ഗ്ലോബൽ സൗത്ത് എന്നുള്ളൊരു ജോഗ്രഫിക്കൽ ഡിവിഷൻ അല്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ നോർത്തിനകത്ത് വരുന്നതാണ്. പക്ഷേ ഹെമിസ്ഫിയറിക്കൽ നോക്കുമ്പോഴേക്കും ഓസ്ട്രേലിയ സതേൺ ഹെമിസ്ഫിയറിൽ ഒരു രാജ്യമാണ്. ഇത് ഓർക്കണം, ജോഗ്രഫിക്കുള്ള ഡിവിഷൻ അല്ല, ഡെവലപ്മെന്റ് ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണിത്. ഇതിന്റെ ഗ്രാഫ് ഞാനിത് കാണിച്ചത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ റെഡ് കളർ ഉണ്ടല്ലോ, ആ റെഡ് കളർ ഈ പറഞ്ഞ പോലെ ആ ഒരു യെല്ലോയിഷ് കളർ കാണിച്ചിരിക്കുന്നത് ആ ഗ്ലോബൽ നോർത്ത് രാജ്യങ്ങളും, ആ റെഡിന് താഴേക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ചിഷ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളായിട്ട് രേഖപ്പെടുത്തി. ഇവിടെ നിങ്ങൾക്ക് ഈ ഓസ്ട്രേലിയയുടെ എക്സംഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ പറയുന്നവരാണ് ബ്രാൻഡഡ് line. Okay, branded line is an invisible line across the world that divides the rich north from the poor south. ഇത് നമുക്ക് പ്രിലിംസ് ചോദിക്കാം, എന്താണ് ബ്രാൻഡഡ് ലൈൻ എന്നുള്ളത് ചോദിക്കാം. സോ ബ്രാൻഡഡ് ലൈൻ is an invisible line across the world that divides the rich north from the poor south, and it corresponds with the divide between economically developed and industrialized countries and those countries that are less economically developed. ഈ those countries that are less economically developed ആണ് ഈ പറഞ്ഞ ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്നതും, those are economically and developed and industrialized രാജ്യങ്ങളെ അറിയപ്പെടുന്നവരാണ് ഗ്ലോബൽ നോർത്ത് രാജ്യങ്ങൾ. സോ ഈ ഗ്ലോബൽ സൗത്തിലെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിട്ട് ആര് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇതിന്റെ ഒരു സമ്മിറ്റ് ഒക്കെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു വെർച്വൽ സമ്മിറ്റ് ആയിട്ടാണ് എങ്കിൽ പോലും ആ ഒരു സമ്മിറ്റ് ഒക്കെ തന്നെ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. അത് IR ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, കാരണം ആ ഗ്ലോബൽ സൗത്തിന്റെ ഒരു വോയിസ് ആയിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നോക്കിയിരിക്കുക. സോ എന്താണ് ബ്രാൻഡഡ് ലൈൻ ചോദിച്ചാൽ ഇറ്റ്സ് എൻ ഇൻവിസിബിൾ ലൈൻ അക്രോസ് ദ വേൾഡ് ദാറ്റ് ഡിവൈഡ്സ് ദ റിച്ച് നോർത്ത് ഫ്രം ദ പുവർ സൗത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ 4 ടോപ്പിക്ക് നമ്മൾ കൊണ്ടായിരുന്ന ടോപ്പിക്കെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ആ ഒരു പ്രിലിംസിന് MCQ ആണ്, ബേസ്ഡ് ഓൺ റാംസർ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടും വായിച്ച് നോക്കിയിട്ട് ഇറ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോവ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷൻ ABCD 4 ഓപ്ഷനകത്ത് 2 സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്